വചനോത്സവം ഓൺലൈനിലെ തിരുമുഖ ആരാധനയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയുടെ തിരുമുഖത്തെയും ഈശോയുടെ തിരുവചനത്തെയും ആരാധിച്ച് സ്നേഹിച്ച് നമുക്കിന്ന് ഉറങ്ങാനായി പോവാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോയുടെ തിരുമുഖം വ്യക്തിയായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോ, ദിവ്യകാരുണ്യത്തിലെ ഈശോനെ കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ട്. അതിന് വേണ്ട അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഈശോ പറയുന്നു ഹൃദയശുദ്ധിയാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധി. ഹൃദയം എവിടെയാണ്? ഉള്ളിലാണ്. ഉള്ളിലെ ശുദ്ധി. വചനം വീണ്ടും പറയുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ശേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. അനുദിനം നവീകരിക്കപ്പെടുന്നു. ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പ്രഭാതം മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള സമയങ്ങളിൽ ഈശോയെ കാണുവാൻ, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ കാണാൻ, വ്യക്തിയായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ദർശിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ആന്തരിക മനുഷ്യനെ അനുദിനം നവീകരിക്കണം. ഓരോ ദിവസത്തിലെയും ഓരോ മിനിറ്റിലും നവീകരിക്കണം. ഈ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കേണ്ട ഈശോയുടെ തിരുവചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദിവ്യകാരുണ്യ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നുവരെ നമ്മൾ പലരിലുമാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഓർമ്മകളിൽ നമ്മൾ വസിക്കുന്നുണ്ട്, ജീവിക്കുകയാണ്. പല ഓർമ്മകളിൽ നമ്മൾ ജീവിക്കുക. പല വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. പല വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. പല സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. ഈശോ പറയുകയാണ്, വ്യക്തികൾക്ക് വേണ്ടി, വസ്തുക്കൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ജഡിക പ്രവണതകൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നിൽ വസിക്കുവിൻ, ഈശോയിൽ വസിക്കുവിൻ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈശോ നമ്മളിൽ വസിക്കും. വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന വ്യക്തിയായ ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന അനുഭവം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുവരെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഓർമ്മകൾ എല്ലാം അവസാനിപ്പിക്കണം. വ്യക്തികളെ പറ്റിയുള്ള ഓർമ്മകൾ, വസ്തുക്കളെ പറ്റിയ ഓർമ്മകൾ, സാഹചര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ, ജഡിക പ്രവണതയെ പറ്റിയുള്ള ഓർമ്മകൾ, ഇതെല്ലാം അവസാനിപ്പിക്കണം. ഒരേ ഒരു ഓർമ്മ മാത്രമേ നമ്മളിൽ ഉണ്ടാവൂ. ഈശോ. വിശുദ്ധ കുർബാനയിൽ വ്യക്തിയായി വസിക്കുന്ന ഈശോയെ പറ്റി ഓർമ്മിക്കാം. നാളെ രാവിലെ നേരം പുലരുമ്പോൾ, ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, തീരുമാനിക്കുന്ന പ്രവൃത്തി ഇതാണ്. നാളത്തെ ദിവസം നമ്മൾ എപ്പോഴും ഈശോയെ ഓർത്ത് ജീവിക്കും, ഈശോയിൽ വസിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് സ്നേഹിക്കാം. നാളെ പുലരുമ്പോൾ ഈശോയുടെ തിരുവചനത്തെ നമുക്ക് സ്നേഹിക്കാം. നാളെ പുലരുമ്പോൾ നമുക്ക് ഊട്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി